ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു കപ്പ് ചവ്വരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ചവ്വരിയാണിത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനു വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റോളം അത് കുതിർത്ത് വെക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ചവ്വരി ഇവിടെ എടുത്തിട്ടുള്ളത്. ചവ്വരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ഡ്രൈൻ ചെയ്ത് കളയാം. ഇനിയിപ്പോൾ നമുക്ക് ചവ്വരി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാല് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളത്തിൽ കുതിർത്തത് കാരണം പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റോളമൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. നമ്മളിത് നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചവ്വരി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം. ഞാനിവിടെ റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഫ്രൂട്ട് സലാഡിന്. ഇപ്പോൾ ഇത് തിക്കായി വരുന്നുണ്ട്, കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഞാനിവിടെ പഞ്ചസാരയല്ല ചേർക്കുന്നത്, കണ്ടൻസ്ഡ് മിൽക്കാണ്. അമൂലിൻ്റെ മിഠായി മേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 300 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്താലും മതി കേട്ടോ. ഒരു കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്താൽ മതിയാകും. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ഒന്നിച്ച് ഒഴിക്കണ്ട, ആദ്യം കുറച്ച് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചവ്വരി കുക്ക് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതിലേക്ക് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് കുറച്ച് കറുത്ത മുന്തിരി, അതുപോലെ പച്ചമുന്തിരിയാണ്, കുരുവില്ലാത്ത മുന്തിരിയാണ് ഇത് രണ്ടും. പിന്നെ ഒരു ആപ്പിള് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പോംഗ്രാനേറ്റും എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള വത്തക്ക, ഒരു മാങ്ങ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചവ്വരി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്രൂട്ട്സുകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് പകുതിയേ എടുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമല്ല. പിന്നെ നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഫ്രിഡ്ജിൽ കൂടുതൽ സമയം വെച്ചിരുന്ന അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോൾ ഈ സമ്മറിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ 4 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ ഡെസേർട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിന് ടോപ്പിംഗ് ആയിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചൂടുകാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണിത്. ഫ്രൂട്ട്സും ഐസ്ക്രീമും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റി ആയൊരു ഡെസേർട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഫ്രൂട്ട്സ് വെച്ച് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് പോംഗ്രാനേറ്റ് വെച്ചാണ് ഗാർണിഷ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അതുപോലെ കുറച്ച് ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആൾറെഡി അത്യാവശ്യം ഐസ്ക്രീം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഐസ്ക്രീം ചേർക്കാത്തത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് വെറും ഒരു ഗാർണിഷിങ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി, ഇത് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു സിറപ്പ് നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ റോസ് സിറപ്പിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ഡെസേർട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്